പോലെ നടക്കുന്ന ചിലരുണ്ട്. അതല്ലാതെ ഈ ഗൗളിയുടെ മാനസികാവസ്ഥ, ഒരു മനുഷ്യന്റെ മാനസികാവസ്ഥയിൽ ഇങ്ങനെ ഒരുത്തന് പറയാൻ പറ്റില്ല. മുജാഹിദ് എന്നൊരു വ്യക്തി മുജാഹിദ് പ്രസ്ഥാനത്തിൽ നിന്ന് പുറത്തുപോയാൽ അത് മൊബൈലിന്റെ കവറിൽ നിന്ന് മൊബൈൽ ഊരിയതുപോലെയാണെന്ന് പറഞ്ഞു നടക്കാൻ, പ്രസംഗിക്കാൻ, കാണാതെ മറവിലിരുന്ന് ജിന്നുവാദം വാദിച്ച് ജിന്നുകളെ കാണാത്തതുപോലെ മറഞ്ഞിരുന്ന് ബൈലക്സിലൂടെ ഈ സകല ജിന്നുവാദവും പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് ഇത്തരത്തിലുള്ള അബദ്ധങ്ങൾ പറയുന്നത് അവസാനിപ്പിക്കുക. വെള്ളിക്കോലിലാണ് വെള്ളി എന്ന് വിചാരിക്കുന്ന വിഡ്ഢികളോടൊന്നും പറയാനില്ല. മുജാഹിദ് പ്രസ്ഥാനം എന്നത് ആ പേര് സ്വീകരിച്ചൊരു വ്യക്തിയിലാണ് എന്ന് വിചാരിക്കുന്നവനെ പറ്റി എനിക്കൊന്നും പറയാനില്ല. അവന് സ്വബോധമുണ്ടാകുമ്പോൾ, സ്വൽബുദ്ധി ഉണ്ടാകുമ്പോൾ, എപ്പോഴെങ്കിലും ഉണ്ടായാൽ അപ്പോഴാലോചിക്കട്ടെ എന്ന് മാത്രം വളരെ വളരെ വിനയത്തോടെ ചിന്തിക്കുന്നതിന് വേണ്ടി മാത്രം ഞാൻ പറയുന്നു. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ നബിയിനാ മുഹമ്മദ് വആലിഹി വസഹാബതി അജ്മഈൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ആരെങ്കിലും മുജാഹിദ് പ്രസ്ഥാനത്തിലേക്ക് വരുന്നുണ്ടോ? മുജാഹിദുകളായി നാട്ടിൽ അറിയപ്പെടുന്ന ആളുകൾ, KNM-ന്റെ ISM-ന്റെ ആളുകൾ, അവരുടെ ജീവിത വിശുദ്ധി കണ്ടിട്ട് ഈ പ്രസ്ഥാനത്തിലേക്ക് വരുന്നത് വളരെ നവകുബൂരികൾ എന്നുവരെ നമ്മളെ വിളിച്ചു. ബഹുമാനരായ എന്റെ വാക്ക് കേൾക്കുന്ന മരണാനന്തര ജീവിതത്തിൽ വിശ്വസിക്കുന്ന വമിനന്നാസി മയ്യഖൂലു ആമന്നാ ബില്ലാഹി വബിൽ യൗമിൽ ആഖിരി വമാ ഹും ബിമുഖ്മിനീൻ എന്ന സൂറത്ത് ബഖറയിലെ 8 മുതലുള്ള വചനം വായിച്ചു നോക്കിയേ. അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിച്ചു എന്ന് പറയുന്ന ചില ആളുകളുണ്ട്. പക്ഷേ വമാ ഹും ബിമുഖ്മിനീൻ. ഇന്ന് മഞ്ചേരിയിലൊക്കെ നടന്ന പരിപാടി കേട്ടപ്പോൾ എനിക്ക് തോന്നിയത് ഉറപ്പായിട്ട് ഈ ഖുർആനി വചനപ്രകാരം അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിച്ചു എന്ന് നാവുകൊണ്ട് പറയാൻ, പക്ഷേ ഹൃദയത്തിൽ വലമ്മാ യദ്ഖുലുൽ ഈമാനു ഫീ ഖുലൂബിക്കും, അവരുടെ ഹൃദയത്തിൽ ഈമാൻ കടന്നിട്ടില്ല. സ്വന്തം സമൂഹത്തിൽപ്പെട്ടവരെ, വിശ്വാസികളെ മുശ്രിക്കാക്കാനുള്ള അവരുടെ ധാർഷ്ട്യം, പഠിക്കൂല, പഠിക്കാൻ തയ്യാറില്ല, മനസ്സിലാക്കാൻ തയ്യാറില്ല, കാര്യങ്ങൾ വസ്തുതാപരമായി പഠിക്കാൻ തയ്യാറില്ല. എന്തൊരു അവസ്ഥാവിശേഷമാണിത്? എന്തൊരു കുബൂരികൾ എന്ന് പറയുന്നതിനർത്ഥം എന്താ? കബറ് കെട്ടി ഉയർത്തി അവിടെ